ദിവ്യകാരുണ്യ സ്നേഹാനുഭവങ്ങൾ. ഇത് ഇരിങ്ങാലക്കുട രൂപതയുടെ മതബോധന ഡയറക്ടറായി ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ റിജോയ് പഴയാറ്റിൽ. ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ റിജോയ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് റിജോയ് പഴയാറ്റിൽ എന്നാണ് എൻ്റെ വീട്ടുപേര്. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ മാള ഇടവകയിലെ അംഗമാണ്. ഇരിങ്ങാലക്കുട രൂപതയിൽ 17 വർഷമായിട്ട് ഞാൻ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ മതബോധന ഡയറക്ടറായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ ഡാഡി, മമ്മി, എൻ്റെ ജ്യേഷ്ഠൻ ജോയൽ, ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ചേച്ചിയുണ്ട് ഡയാന, 4 മക്കളുണ്ട് അവർക്ക്. എനിക്ക് അനുജത്തിയുണ്ട് റിൻസി, ഹസ്ബൻഡ് അരുൺ, അവർക്ക് 2 മക്കളാണുള്ളത്. അങ്ങനെ ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. ഏറെ സ്നേഹത്തോടു കൂടെ ഞാൻ ഓർക്കുന്നത് എൻ്റെ കുടുംബത്തെ തന്നെയാണ്. കാരണം എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഈശോയെ ഞാൻ ഏറ്റവും അടുത്ത് അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹത്തിൻ്റെ ഭവനം എന്നുള്ളത് എൻ്റെ കുടുംബം തന്നെയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പോകുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും, അപ്പാപ്പനെയും അമ്മാമ്മയെയും, എൻ്റെ മൂത്ത ജ്യേഷ്ഠനെയും കണ്ടിട്ടൊക്കെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബം. പക്ഷെ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നിട്ട്, ഇല്ലായ്മകൾ ഒരുപാട് ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും അവർ കണ്ടെത്തിയ ആശ്രയം എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാന തന്നെയായിരുന്നു. അതുകൊണ്ട് കൊച്ചുനാൾ മുതൽ ആ ഒരു അനുഭവത്തിൽ വളർന്നു വന്നു. ഏകദേശം 4ാം ക്ലാസ് ആയപ്പോഴാണ് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഒരു സമയം. അന്ന് ഞങ്ങൾക്കൊക്കെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ ഞങ്ങൾ മാള ഇടവക പള്ളിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ നൽകുക. ആ ക്ലാസ്സിൽ അന്ന് പഠിപ്പിക്കാനായിട്ട് വന്നിരുന്നത് പ്രിയപ്പെട്ട, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഞങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ലൂർദമ്മയാണ്. അപ്പോൾ ലൂർദമ്മ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ലൂർദമ്മ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോൾ പള്ളിയുടെ പുറത്ത് ഞങ്ങളെയൊക്കെ നിർത്തി. എന്നിട്ട് പള്ളിയിലേക്ക് കയറുന്നതിന് മുൻപ് ലൂർദമ്മ പറഞ്ഞൊരു വാചകം ഞാനിപ്പോൾ ഓർത്ത് വയ്ക്കുന്നുണ്ട്. അതായത് ഈശോ നമ്മുടെ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവനാണ്. അപ്പം അതുകൊണ്ട് ആ ഈശോയെ നമ്മൾ സ്വീകരിക്കാനായിട്ട് വരുമ്പോഴേ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരമൊക്കെ എപ്പോഴും നമ്മൾ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. ആ ഒരു വാചകം ഇന്നും ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടു. പക്ഷെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ലൂർദമ്മ മരണപ്പെട്ടു പോയെങ്കിലും ലൂർദമ്മ പറഞ്ഞ ഈ ഒരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടില്ല. അതിപ്പോഴും എനിക്കൊരു വലിയ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ 4ാം ക്ലാസ്സിൽ ദിവ്യകാരുണ്യ നാഥനെ ആദ്യമായിട്ട് സ്വീകരിച്ച ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുകയാണ്. ലൂർദമ്മ എന്ന് പറയാറുണ്ടായിരുന്നു, നമ്മൾ ഈശോയെ ആദ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങൾ ഈശോയോട് പറയണം. അന്ന് ഞാൻ എൻ്റെ കൊച്ചു മനസ്സിൽ ഞാൻ ആലോചിച്ച് എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈശോയെ എന്നും സ്വീകരിക്കും ഞാൻ എന്നുള്ളതായിരുന്നു. 2ാമതായിട്ട് എടുത്തൊരു തീരുമാനം ഒരു വിശുദ്ധനായിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊക്കെ സാധിക്കില്ലോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് ആ കൊച്ചു മനസ്സിൽ ലൂർദമ്മ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ എടുത്ത ഒരു തീരുമാനം അതായിരുന്നു. പിന്നീട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുർബാനയിൽ കൂടാനായിട്ട് ഒരവസരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്ന് വികാരിയച്ഛൻ ഞങ്ങളെല്ലാവരെയും വിളിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനമൊക്കെ നൽകി. ഞാൻ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള CMC കോൺഗ്രിഗേഷൻകാരുടെ ഒരു കോൺവെൻ്റ് ഉണ്ട്, അവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിലാണ് എൻ്റെ ചേട്ടനൊക്കെ കുർബാനയ്ക്ക് കൂടാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഞാനും അവിടെ ഈ ഒരു കൊച്ചു പരിശീലനമൊക്കെ കിട്ടിയിട്ട് കുർബാനയ്ക്ക് കൂടാനായിട്ട് പോയി. അപ്പോൾ അന്ന് അച്ഛൻ്റെ അടുത്തൊക്കെ നിന്ന് നമ്മളിങ്ങനെ അച്ഛൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണാനൊക്കെ ആയിട്ട് ഇടവന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അങ്ങനെ അച്ഛനാകണമെന്നുള്ള ആഗ്രഹമൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നിട്ടില്ല. ഈശോയെ സ്വീകരിക്കണം, കുർബാനയ്ക്ക് കൂടണം, മുടക്കം വരാതെ പോകണം, ഈ ആഗ്രഹങ്ങളാണ് അന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നിട്ടുള്ളൂ. പക്ഷെ അതിന് ശേഷം ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ കൂടെ നിന്ന ആ ഒരു അനുഭവമൊക്കെ തീർച്ചയായിട്ടും എന്നെ ദൈവവിളിയിൽ കുറച്ചും കൂടിയൊക്കെ വളരാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല. പിന്നീട് ഞാൻ വേദപാഠ ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ഈശോ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് എന്നെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസാമ്മ എന്നാണ് ഞാനിപ്പോൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത്. ആ ഒരു സൗഹൃദം ഇപ്പോഴും
ഞാനുമായിട്ട് ലിസാമ്മ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം അന്ന് പഠിപ്പിച്ച കുറച്ച് പാഠങ്ങളൊക്കെ ഈശോയെ കുറച്ചുകൂടി അറിയാനായിട്ട് എന്നെ സഹായിച്ചിട്ടൊക്കെയുണ്ട്. പിന്നീട് ഞാൻ 10ാം ക്ലാസ് പൂർത്തിയാക്കാനായിട്ട് പോകുന്നൊരു സമയമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പഠനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രത്യേകിച്ച് കണക്കും ഇംഗ്ലീഷും അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ട്യൂഷനൊക്കെ നൽകിയിട്ടുണ്ട്. ട്യൂഷന് പല സ്ഥലങ്ങളിൽ എന്നെ കൊണ്ട് വിട്ടിട്ടുണ്ട്. പക്ഷേ ട്യൂഷൻ ടീച്ചറോട് ദേഷ്യപ്പെട്ട് അവസാനം ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരും. അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചർ പറയും ഇനി ഇവനെ വിടണ്ടെന്ന് പറയും. പിന്നെ എന്നെ വീട്ടിലേക്ക് ചിലപ്പോൾ ട്യൂഷൻ മാസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടൊന്നും എനിക്ക് ഈ കണക്കും ഇംഗ്ലീഷും എനിക്കൊരു കണക്കിന് ശരിയാവില്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ പരീക്ഷ എത്തിയപ്പോഴും ഒരു ആഗ്രഹമായി എങ്ങനെയെങ്കിലും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചു ഒന്ന് പാസ്സാകണമെന്ന്. അങ്ങനെ എൻ്റെ തൊട്ട അയൽപ്പക്കത്തെ വീട് ജോളി വടക്കനച്ഛൻ്റെ വീടാണ്. ജോളിച്ചൻ്റെ അനുജത്തി ഏറ്റവും ഇളയ സഹോദരി ലിജി ഉണ്ട്. അവൾ 10ാം ക്ലാസ്സിലാണ് ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ അവൾ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ലിജി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. പക്ഷെ അപ്പോഴും ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷ് പാസ്സാകുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് പോയിട്ട് പറയാറുണ്ട്, ഈശോയെ എനിക്ക് ബാക്കി എല്ലാ വിഷയവും ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഇംഗ്ലീഷ് കണക്ക് ഇതൊന്നും പരീക്ഷയ്ക്ക് ഇല്ലാതിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഈശോയുടെ അടുത്തൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈശോ എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം കണക്ക് പരീക്ഷയിൽ ഞാൻ 40ൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടാണ് അന്ന് പാസ്സായത്. പക്ഷേ ഇംഗ്ലീഷിൽ അപ്പോഴും ഞാൻ രക്ഷപ്പെട്ടില്ല. ഇംഗ്ലീഷിൽ 2 വിഷയം കൊണ്ട് കൂട്ടിയിട്ട് 50ൽ താഴെ മാർക്കേ എനിക്ക് SSLCയിൽ അന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് SSLC പാസ്സാകാനായിട്ട് ഈശോ എന്നെ ഒരുപാട് സഹായിച്ചു. ആ വലിയ സന്തോഷവും ഒക്കെ പങ്കുചേർന്നു. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു നീ ഉടനെ തന്നെ അടുത്ത ഹയർ പഠനത്തിനൊക്കെ പോകണം. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ സെമിനാരിയിൽ ചേരണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ അന്ന് അവിടെ വന്ന ഒരു വികാരിയച്ഛനുണ്ടായിരുന്നു. ആ വികാരിയച്ഛൻ ആൻ്റണി മഞ്ഞളിയച്ഛനാണ്. കൊച്ചച്ഛനായിട്ടുണ്ടായിരുന്ന ഡെൻസൻ നരേപ്പറമ്പിലച്ഛനാണ്. പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് ഇടവകയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു അച്ഛനാവാനായിട്ട് പോകാനായിട്ട്. മാത്രമല്ല എൻ്റെ വീടിൻ്റെ ഇടതുവശത്താണ് ജോളി വടക്കനച്ഛൻ്റെ വീട്. അപ്പോൾ ജോളി അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പട്ടം സ്വീകരിക്കുന്ന ആ ഒരു സമയമൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വലതുവശത്തുള്ള വീട്ടിൽ മറ്റൊരു അച്ഛനുണ്ടായിരുന്നു, ജോസഫ് പാറേക്കാട്ടിൽ എന്ന് പറഞ്ഞ അച്ഛൻ. അപ്പോൾ 2 അച്ഛന്മാരുടെ വീടിന് നടുവിലായിരുന്നു എൻ്റെ വീട്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരനായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരൻ ജോളിച്ചൻ അനുജൻ ലിജോ ഉണ്ടായിരുന്നു. അവൻ നേരത്തെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും സെമിനാരിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ ചേർന്നെങ്കിലും ചേട്ടൻ പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പം ഇവരുടെ ഒരു സംസാരത്തിൽ നിന്നൊക്കെ ഞാൻ ഈശോയെക്കുറിച്ചും സെമിനാരിയെക്കുറിച്ചൊക്കെ കേൾക്കാനായിട്ട് ഇടവന്ന് അങ്ങനെയാണ് ഞാൻ ദൈവവിളി സ്വീകരിച്ച് സെമിനാരിയിൽ പോകാനായിട്ടുണ്ടായിരുന്ന ഒരു കാരണം. ആ കാരണത്തിന് പുറകിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോയെ കയ്യിലെടുക്കണം. ഈശോ അച്ഛന്മാർ ഈ കാസ കയ്യിലെടുക്കുന്നത് കണ്ടപ്പോൾ അതുപോലെ ഈശോയെ കരങ്ങളിലെടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അതായിരുന്നു എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചതും പിന്നീട് സെമിനാരിൽ ചേരാനായിട്ടുണ്ടായിരുന്ന ഒരു കാരണമൊക്കെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പഠന കാലഘട്ടം ഒരുപാട് ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളതൊക്കെ. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു സംഭവം ഉണ്ടായത്. അത് റോമിൽ എൻ്റെ ലൈസൻഷ്യേറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം അഭിമന്യ പിതാവിനോട് ആവശ്യപ്പെട്ടു PhD ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. കാരണം
അഭിമന്യ പിതാവ് ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, സ്കോളർഷിപ്പൊന്നുമില്ല, അച്ഛൻ തന്നെ സ്കോളർഷിപ്പിന് വേണ്ട സംവിധാനങ്ങൾ കണ്ടുപിടിക്കണം, അച്ഛൻ തന്നെ അതിനുള്ള പണം സമാഹരിച്ച് വേണം പഠനം നടത്താനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ അതിനുള്ള ഒരു തീരുമാനവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കറിയില്ല എവിടെയാണ് ഇതിനുള്ള സംവിധാനങ്ങൾ ലഭിക്കുക. ഞാൻ പലയിടത്തും അന്വേഷിച്ചു, പല വാതിലുകളും മുട്ടിയിൽ അതൊക്കെ അടഞ്ഞു പോവുകയാണ്. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരു കോൺവെന്റ് ഉണ്ടായിരുന്നു, കൊർണേലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോമിൽ. അവിടെ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ലില്ലി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ സിസ്റ്ററുമായിട്ട് കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരനായിട്ടുള്ളൊരു അച്ഛൻ എന്നോട് പറയാനായിട്ട് ഇടവന്നു. ഞങ്ങൾ സംസാരത്തിൽ ഇങ്ങനെ വന്നതാണ്, മിസിയോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവിടെ ഒരു മീറ്റിംഗ് റൂമിൽ നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അച്ഛന് അതിൻ്റെ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അച്ഛന് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അച്ഛൻ പറഞ്ഞു അതൊന്നും സാധ്യമാകുന്നൊരു കാര്യമല്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛൻ മുടങ്ങാതെ 33 എത്രയും ദഹല മാതാവ് ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ 33 എത്രയും ദഹല മാതാവ് ചൊല്ലിക്കൊണ്ടാണ് ഈ ഒരു മിസിയോയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഈ അച്ഛൻ എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നു. അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ലീഡറായിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു, ജർമ്മൻകാരിയാണ്. അങ്ങനെ സംസാരിക്കാനായിട്ട് അവസരം തന്നു. ഞാൻ അങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് ഒട്ടും പ്രതീക്ഷയിലായിരുന്നു, പക്ഷേ എനിക്ക് ഒറ്റ വിശ്വാസമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു വഴി ദൈവം എനിക്ക് കാണിച്ചു തരും. പക്ഷേ ആ വഴി തെളിഞ്ഞു എന്നുള്ളതാണ്. പിന്നീടുള്ള എൻ്റെ പഠന കാലഘട്ടത്തിൽ എനിക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ മിസിയോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ ലൈസൻഷ്യേറ്റ് പൂർത്തിയാക്കിയിട്ട് ഡോക്ടറേറ്റ് പഠനം തുടങ്ങുന്ന വേളയിലാണ്. ഏകദേശം ഒരു 3-4 മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാർച്ച് 5-ാം തീയതി എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ സാധാരണ എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. അങ്ങനെ ഈ വിളിയിൽ എന്തോ ഒരു വേദനയോട് കൂടിയിട്ടാണ് ചേട്ടൻ എന്നെ വിളിച്ചതെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു, റിജോയ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത്? എനിക്ക് എൻ്റെ ഈ ദിവസങ്ങളിൽ ഞാൻ ചെക്കപ്പിനൊക്കെ പോയപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ ഒരു വലിയ ഒരു കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. സത്യത്തിൽ അതൊരു ഇടുത്തി പോലെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് വീണത്. കാരണം ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് ഞങ്ങൾ പോകുന്നു. എൻ്റെ കുടുംബത്തിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും വളരെ സമാധാനത്തോടെ പോകുന്നൊരവസ്ഥ. ചേട്ടനാണെങ്കിൽ ഹയർ ജോലിക്ക് വേണ്ടിയിട്ട് MBAയും മറ്റു കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ വേദന കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടായത്. അന്ന് ജീവിതത്തിൽ ഞാൻ വളരെയധികം വേദനിച്ചു. അതുപോലെ ഞാൻ വേദനിച്ചൊരു സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ ഫോൺ കോൾ കഴിഞ്ഞ് ഏകദേശം ഒരു 9 മണി സമയത്താണ് ചേട്ടൻ്റെ ഫോൺ കിട്ടുന്നത്. ഞാനത് കഴിഞ്ഞ് ഞാനന്ന് ഡോക്ടറേറ്റിൻ്റെ ആദ്യ കാലഘട്ടം താമസിച്ചിരുന്നത് ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിലാണ്. സെയിൻറ്റ് ആൻസൽമോ എന്ന് പറയുന്ന റോമിൽ തന്നെയുള്ളൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൻ്റെ ചാപ്പലുണ്ട്. ഞാൻ എൻ്റെ മുറിയിൽ നിന്നും എഴുന്നേറ്റ് ഞാൻ ആ ചാപ്പലിലേക്ക് വന്ന് ആ ചാപ്പലിൽ ഒരു അൽത്താര മേശയിൽ എൻ്റെ 2 കരങ്ങളും വെച്ച് ഞാൻ അങ്ങനെ മുട്ടുകുത്തി നിന്ന് തമ്പുരാൻ്റെ മുൻപിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി, കരഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടായത്. ആ ഒരു കരച്ചിൽ എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. ആ ഒരു കരച്ചിൽ ദൈവം കേട്ടു എന്നുള്ളതാണ്. ആ ഒരു രാത്രി മുഴുവനും ഞാൻ തമ്പുരാൻ്റെ ആ അൽത്താരയുടെ മുമ്പിൽ എൻ്റെ കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണ് പ്രാർത്ഥിച്ചതെന്നോ എന്തു വേണമെന്നോ ഒന്നും എനിക്ക് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. പക്ഷെ ഞാൻ ഏകദേശം ഒരു 12 മണി ആയപ്പോൾ ഒരു അച്ഛൻ ആ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അച്ഛനൊരു ബെനഡിക്റ്റൈൻ അച്ഛനാണ്. അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല രാത്രി 12 മണി സമയത്ത്, അച്ഛനും പ്രതീക്ഷിക്കുന്നില്ല പള്ളിയുടെ അകത്തൊരാൾ. സത്യത്തിൽ അച്ഛൻ കുർബാന ചൊല്ലാനായിട്ട് വന്നതാണ്. അച്ഛൻ്റെ അമ്മ മരിച്ച ആ ഒരു സമയമായിരുന്നു 12 മണി. അപ്പോൾ അച്ഛൻ ആ 12 മണി സമയത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുർബാന ചൊല്ലാനായിട്ട് അവിടെ വന്നതാണ്. അച്ഛൻ വരുമ്പോൾ ഞാൻ അവിടെ ഈ അൾത്താര മേശയിൽ 2 കരങ്ങളും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠന് ഇങ്ങനെ ഒരു അസുഖം അത് ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റും, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ തമ്പുരാൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ എൻ്റെ പഠനം ആരംഭിച്ചിരിക്കുന്ന സമയം. ചേട്ടൻ്റെ ജീവിതത്തിലാണെങ്കിൽ ചേട്ടൻ കുറച്ചുകൂടി നല്ലതായിട്ട് ജോലിയൊക്കെ ശരിപ്പെടുത്താനായിട്ടുള്ള ശ്രമത്തിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ്
ഇപ്രകാരം വലിയൊരു വേദന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. അച്ഛൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കുർബാന ചെല്ലാമെന്ന് പറഞ്ഞു. ഞാനും അച്ഛനും കൂടെ ഒരുമിച്ച് അന്നത്തെ ആ വിശുദ്ധ കുർബാന അവിടെ അർപ്പിച്ചു. ആ വിശുദ്ധ കുർബാനയിൽ അച്ഛൻ പറഞ്ഞു ഞാൻ നിൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചപ്പോൾ ഈ കുർബാന ചൊല്ലുന്ന സമയം മുഴുവനും അച്ഛൻ ചൊല്ലുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഈ അൾത്താര മേശയിൽ വന്ന് വീഴുന്ന ഒരനുഭവമാണ് ഉണ്ടായിരുന്നത്. കാരണം എനിക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. പക്ഷേ ആ കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ഞാൻ അവിടെ തന്നെ ആ അൾത്താരമേശയുടെ അടുത്ത് മുട്ടുകുത്തി എൻ്റെ ഇരു കരങ്ങളുടെ ഇടയ്ക്ക് വിരിച്ചു പിടിക്കും. കുറേ സമയം ഞാൻ അൾത്താരമേശയിൽ കൈവച്ച് പിടിക്കും. അങ്ങനെ വിരിച്ചു പിടിച്ച് നിന്നു, മുട്ടുകുത്തി നിന്നു ആ രാത്രി മുഴുവനും. പുലരാറായപ്പോഴാണ് ഞാൻ അവിടെ നിന്നും ആ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ അന്ന് രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായിട്ട് വന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ എൻ്റെ മുറിയിൽ പോയിരിക്കുക. അപ്പോൾ എനിക്കെൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചു. ഇതിനെയൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ദൈവം എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ അതിനുശേഷം എൻ്റെ കൂട്ടുകാരൻ ജോസച്ചനുണ്ടെന്ന്, അച്ഛനും ഒരു ബെനഡിക്റ്റിയൻ അച്ഛനാണ്. അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുക. അച്ഛൻ്റെ മുറിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്ററാണ് സംസാരിക്കുന്നത്. സിസ്റ്റർക്ക് ഇതുപോലെ ഒരു അസുഖം വന്നിട്ട് വലിയൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അത് സൗഖ്യപ്പെട്ടതിൻ്റെ ഒരു കാര്യം അച്ഛനോട് സംസാരിക്കുന്നതായിട്ടാണ് അച്ഛൻ എന്നോട് പങ്കുവെച്ചത്. ഞാൻ ചോദിച്ചു ഇതെവിടെയാണ് ഈ ഹോസ്പിറ്റൽ, വെല്ലൂർ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. എനിക്കത്ര അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളൊക്കെ വന്നത്. അങ്ങനെ ഞാൻ ആ സിസ്റ്ററോട് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയിട്ട് ഈ വിവരങ്ങളെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ തന്നെ താമസിക്കുന്ന മറ്റൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്, പക്ഷെ അവിടെ ഒരു പഠിക്കാനും താമസിക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ്. അച്ഛൻ പറഞ്ഞു ഈ വലിയൊരു ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനുണ്ട്, നമുക്ക് അവിടെ അച്ഛനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാക്കാമെന്ന്. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കുകയാണ്. ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചേട്ടനോട് സംസാരിച്ചു. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഓൾറെഡി കൊച്ചിയിലേക്ക് വന്ന് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ ചേട്ടനും ചേച്ചിയും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, വെല്ലൂരിലേക്ക് പോകാം, കൊച്ചിയിലേക്ക് പോകാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ചേട്ടൻ ചെന്നൈയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. പക്ഷേ ആർക്കും കൂടെ പോകാനായിട്ട് സാധിക്കും, ഭാഷ അറിയത്തില്ല, ദേശം വേറെയാണ്. പക്ഷേ ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ജോൺ പൊളച്ചനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ അതിനുവേണ്ട എല്ലാ ക്രമീകരണം ചെയ്തു. അച്ഛൻ കൂടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റോമിലാണ് അന്നായിരിക്കുന്നതെങ്കിൽ പോലും എൻ്റെ പഠനത്തിനോ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു തടസ്സം വരാതെ എല്ലാം ക്രമീകരിക്കുന്ന ഒരു തമ്പുരാനെ എനിക്ക് അവിടെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ചേട്ടൻ പിന്നീട് 5 വർഷത്തോളം ചേട്ടൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റെല്ലാം പൂർത്തിയാക്കി. അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ചേട്ടൻ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ജീവിച്ചു. 5 വർഷം ചേട്ടൻ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. പിന്നീട് കൊറോണ കാലഘട്ടത്തിൽ ചേട്ടന് ആ ട്രീറ്റ്മെൻറ്റ് തുടരാനായിട്ട് സാധിക്കാതെ വന്നങ്ങനെ ചേട്ടൻ മസ്കറ്റിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നൊരു വലിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൾത്താരയിൽ നമ്മൾ കൈവച്ച് അവിടെ അർപ്പിക്കപ്പെടുന്ന ആ തിരുവോസ്തി നമ്മൾ കരങ്ങളിലെടുത്ത് ഞാൻ ഓരോ ദിവസവും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ കഷ്ടപ്പാടുകളിൽ എൻ്റെ വേദനകളിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള വേദനകളും കഷ്ടപ്പാടുകളൊക്കെ വരാം, നമ്മളൊക്കെ ആകെ തകർന്നു പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ നമുക്കെല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മൾ തകർന്നു പോകാതെ നമ്മൾ താങ്ങി നിർത്തുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ആ ഇത്രമാത്രം നമ്മളുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം മറ്റേത് ജനതയ്ക്കാണുള്ളത്? സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ നിത്യമാം ജീവന്റെ മാർഗമാകാൻ എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. 2024 വർഷം ആരംഭിക്കുമ്പോൾ തന്നെ എനിക്ക് ശബ്ദത്തിനൊരു പ്രശ്നം വന്നു. മാത്രമല്ല എൻ്റെ ശബ്ദം പോയി.
കംപ്ലീറ്റ് ശബ്ദം പോയി, സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒപ്പം തന്നെ കണ്ണിന് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം ഒരു 2 മാസക്കാലം വിശ്രമത്തിലായിരുന്നു. അങ്ങനെ വിശ്രമത്തിലായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കുറേയൊക്കെ സമയം ഈശോയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കിട്ടിയിരുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഏകദേശം എൻ്റെ ആ വിശ്രമം പൂർത്തിയാകുന്ന ഒരു വേളയായപ്പോഴാണ് അഭിമന്യ പിതാവ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, റിജോയിച്ച ഒരു ചെറിയ കാര്യം നമുക്കൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, പിതാവ് എന്താണ്? പിതാവ് പറഞ്ഞു, നമ്മുടെ രൂപതയിൽ ആദ്യമായിട്ട് നമ്മൾ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ദിവ്യകാരുണ്യ കോൺഗ്രസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് വലിയ പ്രൊസഷനും കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കാര്യം. പിതാവ് പറഞ്ഞു, അച്ഛൻ അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് ഞാനിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് സാധിക്കുമെന്ന് അറിയില്ല. പിതാവ് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിതാവിനോട് പറയാം. ഞാൻ അന്ന് എൻ്റെ കൂട്ടുകാരൻ അച്ഛനുണ്ട്, ലിജു മഞ്ഞപ്രകാരൻ അച്ഛൻ. അപ്പോൾ അച്ഛനോട് ഞാൻ ഈ കാര്യം സംസാരിച്ചു, എൻ്റെ ബാച്ചുകാരോടൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാൻ ഈശോയുടെ അടുത്ത് പോയിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നന്നായിട്ട്. അങ്ങനെ ഏകദേശം ഒരു ഉച്ച വരെ ഞാൻ ഇരുന്ന് തമ്പുരാൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. തിരിച്ച് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ പറഞ്ഞു, പിതാവ് പറഞ്ഞൊരു കാര്യമില്ല, പിന്നെ ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഞാൻ പറഞ്ഞു, എടാ എൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ തമ്പുരാൻ ശരിയാക്കിക്കൊള്ളും, നീ ധൈര്യമായിട്ട് പറ, ഈശോയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോകുന്നാലേ. അപ്പം അങ്ങനെ ഞാൻ ഒന്നുകൂടെ പോയി തമ്പുരാൻ്റെ അടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ അഭിമന്യ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവേ ഞാനത് ചെയ്യാം, ഏറ്റെടുക്കണം, പിതാവ് നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കൂടിയുണ്ട്, അത് ധൈര്യമായിട്ട് നമുക്ക് എല്ലാ കാര്യം ചെയ്യാം. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഓരോ കമ്മിറ്റികൾ കൂടാൻ തുടങ്ങി. രൂപതയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിട്ട് വേണം ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്താനായിട്ട്. അപ്പം അങ്ങനെ ഓരോ കമ്മിറ്റികൾ കൂടുന്നു. അപ്പം അങ്ങനെ കമ്മിറ്റികൾ കൂടി പല തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ റെനിലച്ചനോട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങണം ഇതിന്. ശരിക്കും ഇത് അങ്ങനെ സാധാരണ ഒരു സംഭവം പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഈശോയുടെ ആ വലിയ സാന്നിധ്യം നമ്മൾ പ്രഘോഷിക്കുന്നതൊക്കെയല്ലേ. അപ്പം അങ്ങനെ അച്ഛൻ പറഞ്ഞു, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു അഖണ്ഡ ആരാധന നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യം കമ്മിറ്റികളിൽ സംസാരിച്ചു, അഭിമന്യ പിതാവായിട്ട് സംസാരിച്ചു. പിതാവ് പറഞ്ഞു, നമുക്ക് ചെയ്യാം. അങ്ങനെ അഖണ്ഡ ആരാധന ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ മെയ് 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ തുടർച്ചയായിട്ട് രാവും പകലും രാത്രിയും തുടർച്ചയായിട്ട് ആരാധന സംഘടിപ്പിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ഒരു ഭയമായിരുന്നു, ഈ രാത്രിയിൽ കാര്യങ്ങൾ ഉണ്ടാവുമോ. എന്തായിരുന്നാലും ഇത്രയും ദിവസം, ഇത്രയും മണിക്കൂർ, 365 മണിക്കൂർ 15 ദിവസം തുടർച്ചയായിട്ടുള്ള ആരാധന നടത്താനായിട്ട് അത്ഭുതം എന്ന് പറയട്ടെ. ഞാൻ ഈ കാര്യം പല ഗ്രൂപ്പുകാർ സംസാരിച്ചു. ജീസസ് യൂത്തുകാരുണ്ടായിരുന്നു, കരിസ്മാറ്റിക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് നൽകിയത്. കുറേ പേര് പറഞ്ഞു, അച്ഛൻ രാത്രി മുഴുവൻ ഞങ്ങൾ ഇരുന്നോളാം. ജീസസ് യൂത്തുകാർ പറഞ്ഞു, ഞങ്ങൾ പകൽ അവിടെ സാധിക്കുന്നിടത്തോളം ആകാൻ ശ്രമിക്കാം. ഞങ്ങൾ അങ്ങനെ എല്ലാ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ടവരെയും സമീപിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ആരാധനയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ 365 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ആരാധന നടത്തിയപ്പോൾ ലഭിച്ച ഒരു വലിയ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതാവഹമാണ്. കാരണം ദിവ്യകാരുണ്യ കോൺഗ്രസ് മെയ് 19-ാം തീയതി പെന്തക്കോസ്ത തിരുനാൾ ദിവസത്തിലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. അങ്ങനെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഏകദേശം 7 സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ, തുടർന്ന് വിശുദ്ധ കുർബാന, ആരാധന, പൊതുവായിട്ടുള്ള ആരാധന, തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം, അങ്ങനെ ഉച്ചവരെയുള്ള സമയം എല്ലാം സ്ഥലത്തും 7 സ്ഥലങ്ങളിലും ഭംഗിയായിട്ട് ഒരുപാട് പേര് പങ്കെടുത്ത് നിറഞ്ഞ സദസ്സുകളിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷമാണ് പൊതുവായിട്ടുള്ള ആരാധന. ഭക്ഷണം കഴിക്കാനായിട്ട് പന്തലിൽ നിന്നും ഓരോ വിഭാഗക്കാരെ പുറത്തേക്ക് വിടുക. ഏറ്റവും ഒടുവിലത്തെ വിഭാഗക്കാരെത്തുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ്. ഈ മഴ അന്ന് നന്നായിട്ട് മഴ പെയ്യുകയാണ്, കൂരിച്ചുരിയുന്ന മഴയാണ്. അപ്പോഴെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കുറേ പേർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു. ഭക്ഷണം കഴിച്ചിരുന്നവരൊക്കെ വേഗം തിരിച്ച് പന്തലിലേക്ക് വരിക. എന്ന് തന്നെയായിരുന്നാലും ആ മഴ അങ്ങനെ തുടരുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു തടസ്സം വരാതെ ഞങ്ങൾ എന്തായിരുന്നു പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ പോവുകയാണ്. അഗസ്ത്യം വല്ലൂരാനച്ചനാണ് ആരാധനയ്ക്ക്, പൊതുവായിട്ടുള്ള ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുക. കൃത്യം 1:30-ക്ക് ഞങ്ങൾ പൊതുവായിട്ടുള്ള ആരാധന ആരംഭിച്ചു. പന്തൽ മുഴുവൻ നിറഞ്ഞ ആളുകളാണ്. കാരണം മഴ പെയ്തപ്പോൾ ഭക്ഷണം വേഗം കഴിച്ച് എല്ലാവരും പന്തലിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ പരിസരങ്ങളിലുള്ള ഹോളുകളെല്ലാം തുറന്നു കൊടുത്ത് അവിടെയൊക്കെ ജനനിബിഡമായി. അങ്ങനെ പൊതുവായിട്ടുള്ള ആരാധന, തുടർന്ന് വിശുദ്ധ കുർബാന നടക്കുമ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശുദ്ധ കുർബാന ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയുടെ ഏകദേശം പകുതി ആയപ്പോൾ ഒരു അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു, റിജോയെ എന്താ നമുക്ക് ചെയ്യുക, മഴ
മഴ മാറും, ദൈവം അവസരമൊരുക്കും. ഇത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അത്ഭുതം എന്ന് പറയട്ടെ, വിശുദ്ധ കുർബാന സ്വീകരണ സമയമായപ്പോൾ മഴ തീർത്തും ഇല്ലാതാവുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചു, എല്ലാവരും വിശുദ്ധ കുർബാന ഭക്തിയോടുകൂടെ സ്വീകരിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനായിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നത്, അതായത് ഏറ്റവും ആദ്യം ചർച്ച ചെയ്തപ്പോൾ ദേവാലയത്തിന് തൊട്ട് ചുറ്റിലുമുള്ള സ്ഥലത്ത് മാത്രം പ്രദക്ഷിണം മതി എന്നുള്ള ഒരു തീരുമാനമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് എല്ലാവരും പറഞ്ഞു, ഇത് വലിയ പ്രഘോഷണത്തിന് സമയമല്ലേ, അപ്പം നമുക്ക് ഇരിങ്ങാലക്കുട ടൗൺ ചുറ്റിയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. എല്ലാം മൈക്ക് അറേഞ്ച്മെൻറ്റ്സുകൾ, എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിൽ, ആരാധനയിൽ പങ്കുചേരാവുന്ന രീതിയിൽ മനോഹരമായിട്ട് വാഹനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു. പക്ഷേ ഈ മഴ വന്നാൽ എല്ലാം തടസ്സപ്പെടും. പക്ഷേ ഈ ദിവ്യകാരുണ്യ സ്വീകരണ സമയമാകുമ്പോൾ മഴ മാറുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഏറെ സ്നേഹത്തോടു കൂടെ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ പങ്കുചേരുന്നു. നല്ല കാലാവസ്ഥ, മഴ ഇല്ല. പക്ഷേ മുകളിലേക്ക് നോക്കിയാൽ മേഘം നിറയെ കാർമേഘമാണ്, കറുത്തിരുണ്ട് നിൽക്കുകയാണ്. പക്ഷെ മഴ പെയ്യുന്നില്ല. ഇരിങ്ങാലക്കുടയുടെ ചുറ്റിലുമുള്ള പല പ്രദേശങ്ങളിലും മഴ പെയ്യുമ്പോഴും ഈ ഇരിങ്ങാലക്കുട പ്രദേശത്ത്, ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന സ്ഥലത്ത് മഴയില്ലാതെ ദൈവം ആകാശത്തെ ഇപ്രകാരം തടഞ്ഞു നിർത്തി എന്ന് വചനത്തിൽ പറയുന്നത് പോലെ മഴമേഘങ്ങളെ പിടിച്ച് കെട്ടിയിരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടാവുകയുണ്ടായി. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് നല്ല കാലാവസ്ഥയിൽ വലിയ ചൂടൊന്നുമില്ലാതെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഞങ്ങളെല്ലാം പൂർത്തിയാക്കി. പൊതുവായിട്ടുള്ള ആരാധനയുടെ സമാപന ആശീർവാദവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ജനങ്ങൾ തിരിച്ച് ഭവനങ്ങളിൽ എത്തിയതിനു ശേഷമാണെന്ന് രാത്രിയിൽ മഴ പെയ്യുകയുണ്ടായുള്ളൂ. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ള തടസ്സങ്ങളെല്ലാം ദൈവം തന്നെ എടുത്തു മാറ്റുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൂജാ രാജാക്കന്മാർ അവർ ഉണ്ണീശോയെ ആരാധിക്കാനായിട്ട് ഇറങ്ങുന്ന സംഭവം. ഹെറോദേസിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ തടസ്സങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ആകാശത്ത് ദൈവം ഒരു നക്ഷത്രം വഴി കാണിക്കാനായിട്ട് കൊടുക്കുക. ആ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായിട്ട് മുമ്പോട്ട് പോകുന്നു. ഉണ്ണീശോ പിറന്ന ബെത്ലഹേമിലെ പുൽക്കൂടിന് മുൻപിൽ ആ നക്ഷത്രം നിൽക്കുന്നു. അവർ പൂജാരാജാക്കന്മാർ ഉണ്ണീശോയെ ആരാധിക്കുന്നു, അവർക്കുള്ളതെല്ലാം കാഴ്ചവെക്കുന്നു. അവർ ആരാധിച്ചിറങ്ങുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സന്ദേശം ആ സമയം കൊടുക്കുന്നുണ്ട്. അവർ പോകേണ്ട വഴി കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ദൈവം എല്ലാം നമുക്ക് അനുകൂലമാക്കി മാറ്റുകയാണ്. കടലിനെ കാറ്റിനെയും ശാന്തമാക്കിയ തമ്പുരാനാണ് ഈ ദിവ്യകാരുണ്യ ഓസ്തിയിൽ നമ്മുടെ ഇടയിൽ സജീവനായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ കാറ്റും കോളുമൊക്കെ ശാന്തമാക്കാനായിട്ട് കഴിവുള്ളവനാണ്. ഈ മഴമേഘങ്ങളെ പിടിച്ചു കെട്ടാനായിട്ട് കഴിവുള്ള ദിവ്യകാരുണ്യ ഈശോയാണ് നമുക്കുള്ളത്. അന്തരീക്ഷത്തെ നമുക്കായിട്ട് അനുകൂലമാക്കുന്ന ഒരു ദൈവം നമുക്ക് നമ്മുടെ സജീവനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് പോരാടുന്ന സെഫാനിയായിൽ നമ്മൾ വായിക്കുന്നത് 3-ാമത്തെ അധ്യായം 17-ാം അധ്യായത്തിൽ ദൈവം നമുക്ക് യോദ്ധാവാണ്. അങ്ങനെ നമുക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എത്ര വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എൻ്റെ കൊച്ചുനാൾ മുതൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ കുടുംബത്തിലുള്ളവരും കാണിച്ചു തന്ന ആ ദിവ്യകാരുണ്യ ഈശോയിലുള്ള വിശ്വാസം, എൻ്റെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ബഹുമാനപ്പെട്ട ലൂർദമ്മ പഠിപ്പിച്ചു തന്ന ആ ഒരു വാചകം, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവനാണ്. ആ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഹൃദയവും മനസ്സും നമ്മുടെ ശരീരവും നമ്മൾ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതെല്ലാം ഇന്നും എത്രയൊക്കെ പഠിച്ചാലും, എത്രയൊക്കെ പ്രസംഗിച്ചാലും, എത്രയൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉപദേശങ്ങൾ നൽകിയാലും എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും എൻ്റെ ജീവിതത്തെ നയിക്കുന്നതും എന്നെ പിടിച്ചു നിർത്തുന്നതും ഈ ദിവ്യകാരുണ്യ ഈശോയിലുള്ള കൊച്ചുനാൾ മുതൽ ലഭിച്ച ആ തമ്പുരാനോടുള്ള സ്നേഹവും ആ തമ്പുരാനുടെ സംരക്ഷണയിലുള്ള വിശ്വാസവുമാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ വിശ്വാസ പരിശീലനമാണ്. അത് കുഞ്ഞുങ്ങളിൽ ക്രിസ്തുവിനെ ജനിപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ്. ആ ഒരു ദൗത്യം ഈ എളിയവനായിട്ടുള്ള എന്നിലൂടെ പൂർത്തിയാക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്നുള്ള വളരെ വിനീതമായിട്ടുള്ള ഒരു പ്രാർത്ഥനയോട് കൂടെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തി. നന്ദി. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ,
സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ